Everyone, welcome to my YouTube channel Incredible English. Yet again another video with poetic devices. ഇന്ന് നമ്മൾ ദ ടെയിൽ ഓഫ് കസ്റ്റാർഡ് ദ ഡ്രാഗൺ എന്നുള്ള പോയത്തിലെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്തെ വന്നിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ് ഓർ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ റിവിഷൻ ആണിത്. ഡീറ്റെയിൽഡ് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റാൻസയിലും ഉള്ള പോയറ്റിക് ഡിവൈസസ് അല്ലെങ്കിൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഏതാണെന്നാണ് ഡിസ്കസ് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പം നമുക്ക് ഒട്ടും ഡിലേ ഇല്ലാതെ ഓരോ സ്റ്റാൻസ ബൈ സ്റ്റാൻസ നോക്കാം. ഓക്കെ, അപ്പം ഈ ഒരു പർട്ടിക്കുലർ പോം ഏതാണ്? ദ ടെയിൽ ഓഫ് കസ്റ്റാർഡ് ദി ഡ്രാഗൺ എന്നുള്ള പോം എഴുതിയത് നമുക്കറിയാം മൗട്ടൻ നാഷ് ആണ്. ആൻഡ് സോ ഇതിനകത്ത് 15 സ്റ്റാൻസാസ് ഉള്ളൊരു പോമാണ്. ഇത് വരുന്നത് ഏത് ജാനറാണ്? ഇതൊരു ബാലഡ് ആണ്. ആൻഡ് എസ്പെഷ്യലി ആൻഡ് ഹ്യൂമറസ് വൺ. നമ്മുടെ ട്രഡീഷണൽ ബാലഡ് അല്ല, ബാലഡ് ഫോമിലുള്ള ഒരു ഹ്യൂമറസ് ഫോമാണ് ഈ ദ ടെയിൽ ഓഫ് കസ്റ്റാർഡ് ദ ഡ്രാഗൺ. അപ്പോൾ ഇതിൽ 15 സ്റ്റാൻസാസിലും ഓൾമോസ്റ്റ് എവറി സ്റ്റാൻസാസ് എക്സെപ്റ്റ് ദ ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് സ്റ്റാൻസാസ് അതിലൊഴികെ ബാക്കി എല്ലാ സ്റ്റാൻസാസിലും ഒത്തിരി ലിറ്റററി ഡിവൈസസ് അല്ലെങ്കിൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിന്റെ പെർട്ടിക്കുലർ തീം എന്ന് പറയുന്നത് എന്താണ്? ഇതിന് ഒരു ഗേൾ ഉണ്ട്, ബെലിൻഡ എന്ന് പറഞ്ഞ ഗേള്. അവരുടെ പെറ്റ്സ് ഏതൊക്കെയാണ്? മൗസ് ഉണ്ട്, ഡോഗ്, കിറ്റൺ ആൻഡ് എ ഡ്രാഗൺ. ഇതിലെ ഏറ്റവും ഫണ്ണി ഫാക്ട് നിങ്ങൾ ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു ഫിറോഷ്യസ് ആയിട്ടുള്ള ഒരു ആനിമൽ മാത്രമാണ് അവിടെ കവേർഡ്. ബാക്കി എല്ലാവരും ബ്രേവ് ആണ് എന്നാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ കവേർഡ് എന്നറിയപ്പെടുന്ന ഡ്രാഗൺ ഹീ റോസ് ടു ദ ഒക്കേഷൻ അല്ലേ? ആ പർട്ടിക്കുലർ ഒരു സിനാറിയോ വന്ന സമയത്ത് നന്നായി ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത് ആരാണ്? കസ്റ്റാർഡ് ദ ഡ്രാഗൺ ആണ്. ഓക്കെ, അപ്പം നമുക്ക് വേറെ പോയതിന്റെ കൂടുതൽ വേറെ ഡീറ്റെയിൽസ് ഒന്നും നോക്കുന്നില്ല. നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ ചെയ്യുന്നത് ഇതിനകത്തെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ പോയറ്റിക് ഡിവൈസസ് മാത്രമാണ്. സോ ആദ്യത്തെ സ്റ്റാൻസ എടുക്കുന്നു. ഫസ്റ്റ് സ്റ്റാൻസ സ്റ്റാർട്ടിംഗ് വിത്ത് ദ വെരി ഫസ്റ്റ് സ്റ്റാൻസ. ഫസ്റ്റ് സ്റ്റാൻസയിൽ നമുക്കറിയാം ഈച്ച് സ്റ്റാൻസ ഹാസ് 4 ലൈൻസ്. അതിലെ ഫസ്റ്റ് സ്റ്റാൻസ ആദ്യം കാണുന്നത് റെപ്പറ്റീഷൻ ആണ്. ദ വേർഡ് ലിറ്റിൽ എന്ന് പറയുന്ന വേർഡ് മോർ ദാൻ 1 ടൈം വന്നിട്ടുണ്ട്. ബെലിൻഡ ലിവ്ഡ് ഇൻ എ ലിറ്റിൽ വൈറ്റ് ഹൗസ് വിത്ത് എ ലിറ്റിൽ ബ്ലാക്ക് കിറ്റൺ ആൻഡ് എ ലിറ്റിൽ ഗ്രേ മൗസ്. കണ്ടോ, 3 ടൈംസ് അവിടെ ലിറ്റിൽ വന്നു കഴിഞ്ഞു. ഇനിയുമുണ്ട് ലിറ്റിൽ. സോ ലിറ്റിൽ എന്നുള്ള വേർഡ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ റെപ്പറ്റീഷൻ. മൂവിങ് എ ബിറ്റ് ഫാസ്റ്റ്. നമുക്ക് ഇത്രയും ഷോർട്ട് വീഡിയോ ആക്കാനാണ് നോക്കുന്നത്. മാക്സിമം ടൈം കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാണ്. സെക്കൻഡ് വൺ ഈസ് ഓക്സൈമറോൺ. ദാറ്റ് ഈസ് ഫ്രം ദ സെയിം സ്റ്റാൻസ. ഓക്സൈമറോൺ ഇത് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസിനെ കൊണ്ടുവരുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസിലൊക്കെ ഒന്നും ഞാൻ കിടക്കുന്നില്ല. ഓക്സൈമറോൺ എക്സാമ്പിൾ ആണ് പെറ്റ് ഡ്രാഗൺ. ഓക്കെ, അനഫോറ. നെക്സ്റ്റ് വൺ ഈസ് അനഫോറ. ലാസ്റ്റ് 2 ലൈൻസ്, അതായത് ആൻഡ് എ ലിറ്റിൽ യെല്ലോ ഡോഗ് ആൻഡ് എ റിയലിയോ ട്രൂലിയോ. അപ്പൊ ആൻഡ് എ എന്ന് പറയുന്ന and a is being repeated. So that's an example for anaphora. Again, refrain is there. Refrain എന്ന് പറഞ്ഞാൽ repetition of a particular line throughout the poem വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ലൈൻ നമുക്ക് പിന്നെയും കാണാൻ പറ്റുന്നതാണ്. എൻ്റെ റിയലിയോ ട്രൂലിയോ ലിറ്റിൽ പെറ്റ് ഡ്രാഗൺ. മൂവിങ് ഓൺ വിത്ത് സെക്കൻഡ് സ്റ്റാൻസ. സെക്കൻഡ് സ്റ്റാൻസയിൽ അനാഫോറ വരുന്നുണ്ട്. അതായത് സെക്കൻഡും തേർഡ് ലൈൻസും ബിഗിൻ ചെയ്യുന്നത് ആൻഡ് ദ ലിറ്റിൽ ഗ്രേ മൗസ് എന്നും ആൻഡ് ദ ലിറ്റിൽ യെല്ലോ ഡോഗ് എന്നുമാണ്. സോ ആൻഡ് ദ ലിറ്റിൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ദാറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ അനാഫോറ. പിന്നെ ആ സ്റ്റാൻസയിൽ നമുക്ക് സിമിലി കാണാൻ പറ്റുന്നുണ്ട്. ഷാർപ്പ് ആസ് മസ്റ്റാർഡ് എന്ന് റെഫർ ചെയ്തിരിക്കുന്നു. യെല്ലോ ഡോഗ് വാസ് ആസ് ഷാർപ്പ് ആസ് മസ്റ്റാർഡ് എന്ന് പറഞ്ഞിരിക്കുന്നു. ദെൻ അലിട്രേഷൻ, റെപ്പറ്റീഷൻ ഓഫ് ദ കൺസണന്റ് സൗണ്ട്സ്. അലിട്രേഷൻ വന്നിരിക്കുന്നത് കവേർഡ് ആൻഡ് കസ്റ്റാർഡ് എന്ന് പറയുന്ന വേർഡ്സിലെ സി സൗണ്ട്, കർ സൗണ്ട് ഈസ് ബീങ് റിപ്പീറ്റഡ്. സി ദാറ്റ് ഈസ് ക എന്ന ഫോണിക് സൗണ്ട്. സോ കർ സൗണ്ട് ഈസ് ബീങ് റിപ്പീറ്റഡ്. ഓക്കെ, കമ്മിങ് ടു ദ തേർഡ് സ്റ്റാൻസ. തേർഡ് സ്റ്റാൻസയിൽ അഗെയിൻ നമുക്ക് നന്നായിട്ട് ഫെമിലിയർ ആണ്, എല്ലാവർക്കും നന്നായി ഓർത്തിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് സിമിലിയും മെറ്റഫറും. സിമിലി എന്ന് പറയുന്നത് മൗത്തിനെ, ഡ്രാഗന്റെ മൗത്തിനെ ഫയർ പ്ലേസിനോട് കമ്പയർ ചെയ്തിരിക്കുന്നു. മൗത്ത് ലൈക്ക് എ ഫയർ പ്ലേസ് എന്നും. അവിടുത്തെ മെറ്റഫർ എന്ന് പറയുന്നത് ചിമ്നി ഫോർ എ നോസ് എന്നുള്ളതാണ്. രണ്ടും കമ്പാരിസൺ തന്നെയാണ്. സിമിലിയിൽ ലൈക്ക് മാസം യൂസ് ചെയ്ത് കമ്പയർ ചെയ്യും, മെറ്റഫറിൽ ഡയറക്റ്റ് ആയിട്ട് പറയുന്നു. ചിമ്നിയെ നമ്മൾ നോസിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് ചിമ്നിയോടാണ്. സോ ദാറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ മെറ്റഫർ. Then coming to the fourth stanza. ഫോർത്ത് സ്റ്റാൻസ സ്റ്റാർട്ട് ചെയ്യുന്നത് അലിട്രേഷനിലാണ്. അലിട്രേഷൻ എന്ന് പറയുന്നത് റെപ്പറ്റീഷൻ ഓഫ് ദ സൗണ്ട്. നമുക്കറിയാം ബേർ സൗണ്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ബെലിൻഡ, ബ്രേവ്, ബാരൽ, ബേഴ്സ് എന്ന് പറഞ്ഞ് ബേർ സൗണ്ട് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. കമ്മിങ് ദെൻ അടുത്തത് വരുന്നത് സിമിലി. മസ്റ്റാർഡിനെ ആസ് ബ്രേവ് ആസ് എ ടൈഗർ ഇൻ എ റേജ് എന്നാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. മസ്റ്റാർഡിനെ കമ്പയർ ചെയ്തിരിക്കുന്നു ആസ് ബ്രേവ് ആസ് എ ടൈഗർ എന്ന്. ദെൻ ഹൈപ്പർബലെ വരുന്നു. ഹൈപ്പർബലെ എന്ന് പറഞ്ഞാൽ എക്സാജറേഷൻ ആണ്. നമുക്ക് എക്സാജറേഷൻ പറയാം. ഇങ്കും ബ്ലിങ്കും എന്താണ്? ഇങ്കും ബ്ലിങ്കും ലയൺസിനെ ചേസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം എക്സാജറേറ്റ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻ. ലയൺസിനെ, ലയൺ കിങ് ഓഫ് ദ ജംഗിൾ, ലയണിനെ ഇവർ ചേസ് ചെയ്യുന്നു എന്ന് പറയും. ആരാണ് ഇങ്ക്, ആരാണ് ബ്ലിങ്ക് എന്നൊക്കെ നമുക്കറിയാം. ഈ ഇങ്കും ബ്ലിങ്കും ചേസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ
അതിൽ എക്സാജറേഷൻ ഉണ്ടെന്ന് അറിയാം. സോ ഹൈപ്പർബലെ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എക്സാജറേഷൻ ആണ്. സോ ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ എക്സാജറേഷൻ. ദെൻ മസ്റ്റാർഡ് ബ്രേവ് വാസ് എ ടൈഗർ. അഗെയിൻ മസ്റ്റാർഡിനെ കമ്പയർ ചെയ്തിരിക്കുന്നു. ബ്രേവ് വാസ് എ ടൈഗർ എന്ന് പറഞ്ഞിരിക്കുന്നു. അതും ഹൈപ്പർബലിക്ക് എക്സാമ്പിൾ ആണ്. 2 എക്സാമ്പിൾ അവിടെ ഹൈപ്പർബലിക്ക് വരുന്നു. ദെൻ അതിൽ തന്നെ ഫോർത്ത് സ്റ്റാൻസ് തീർന്നില്ല. ഫോർത്ത് സ്റ്റാൻസിൽ അസനൻസും വരുന്നുണ്ട്. ആ സൗണ്ട് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. ബെലിൻഡ, അസ്, ആസ്. Then as repeat ചെയ്തിരിക്കുന്നു. ആ സൗണ്ട് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ അസണൻസ്. ദെൻ അടുത്തത് ട്രാൻസ്ഫേർഡ് എപ്പിതെറ്റ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിറ്റററി ഡിവൈസ് ആണ്. ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിലും ഞാൻ ട്രാൻസ്ഫേർഡ് എപ്പിതെറ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ടെറിഫൈഡ് യൽപ്പ് എന്നുള്ള വേർഡ് വെച്ചിട്ടാണ്. ഈ സേഫ് കേജിനെ നമുക്ക് ട്രാൻസ്ഫേർഡ് എപ്പിതെറ്റ് എന്ന് പറയാൻ പറ്റും ഇന്നേവേ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ശരിക്കും സേഫ് ആവേണ്ടത് ആരാണ്? കസ്റ്റാർഡ് ആണ്. കസ്റ്റാർഡ് ക്രൈഡ് ഫോർ എ സേഫ് നൈസ് സേഫ് കേജ് എന്നാണ്. പക്ഷേ ഇവിടെ സേഫ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത് കേജിനൊപ്പമാണ്. അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫേർഡ് എപ്പിതെറ്റ് എന്ന് പറയുന്നത്. എന്താണ് ട്രാൻസ്ഫേർഡ് എപ്പിതെറ്റ് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോ കാണുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അടുത്തത് 5th സ്റ്റാൻസയിലെ ലിറ്റററി ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റാർട്ടിങ് വിത്ത് അല്യൂഷൻ. നമ്മൾ എടുത്ത് ഓർത്തിരിക്കേണ്ട ഒരു പോയറ്റിക് ഡിവൈസ് ആണ്, ഒരു ലിറ്റററി ഡിവൈസ് ആണ് അല്യൂഷൻ. അല്യൂഷൻ എന്ന് പറയുന്നത് എന്താണെന്നും ഈ പറഞ്ഞ പോലെ ട്രാൻസ്ഫേർഡ് എപ്പിതെറ്റിന്റെ കൂടെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒന്നുകൂടെ ഞാൻ പറയാം. അല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ, ഒരു ലിറ്റററി ക്യാരക്ടർ ആവാം, ഒരു ലിറ്റററി വർക്ക് ആവാം, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ അറിയാവുന്ന ഏതെങ്കിലും ഒരു ഫേമസ് ക്യാരക്ടർ ആവാം. അവരെ റെഫർ ചെയ്യുന്നു. ഈ ഒരു പ്രസന്റ് വർക്കിൽ അവരെ റെഫർ ചെയ്യുന്നു. ആ ഒരു ആക്ടിനെയാണ് നമ്മൾ അല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ പെർസേബൽ എന്ന് ആരെ വിളിച്ചിരിക്കുന്നു? നമ്മുടെ കസ്റ്റാർഡിനെ പെർസേബൽ എന്ന് ഇവർ ഇങ്കും ബ്ലിങ്കും എല്ലാം വിളിക്കുന്നുണ്ട്, ടീസ് ചെയ്യുന്നുണ്ട് പെർസേബൽ എന്ന് വിളിച്ച്. അപ്പൊ ആരാണ് പെർസേബൽ എന്ന് പറയുന്നത്? പെർസേബൽ എന്ന് പറയുന്നത് ഒരു ലെജൻഡറി ക്യാരക്ടറാണ്. കിങ് ആർതറിന്റെ കോർട്ടിൽ ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു പെർസേബൽ. പെർസേബലിനെ നമുക്ക് ലെജൻഡ് ഓഫ് കിങ് ആർതർ എന്ന് പറഞ്ഞ വർക്കിന്റെ അകത്തും കാണാൻ കിട്ടുന്നുണ്ട്. ഈ പെർസേബൽ എന്ന് പറഞ്ഞ ഒരു നൈറ്റ് ആയിരുന്നു. സോ ഹി സപ്പോസ് ടു ബി ബ്രേവ്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പം അദ്ദേഹം തിരിഞ്ഞോടുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു ബ്രേവ് അല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കസ്റ്റാർഡിനെ പെർസേബൽ എന്ന് വിളിച്ച് ഇവരെ മോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ടീസ് ചെയ്യുന്നത്. അപ്പം അല്യൂഷൻ ഉണ്ട്. അല്യൂഷൻ ഓർത്തിരിക്കേണ്ട ഒരു ലിറ്റററി ഡിവൈസസ് ആണ്. ദേ റൂഡ്ലി കോൾഡ് ഹിം പെർസേബൽ. ഇങ്ക് ബ്ലിങ്ക് ആൻഡ് മസ്റ്റാർഡ് ദേ റൂഡ്ലി കോൾഡ് ഹിം പെർസേബൽ. ഓക്കെ, കസ്റ്റാർഡിനെയാണ് അവിടെ പെർസേബൽ എന്ന് വിളിക്കുന്നത്. പിന്നെ അവിടെ വേറൊരു ലിറ്റററി ഡിവൈസ് കാണാം നമുക്ക്. ദാറ്റ് ഈസ് പെർസോണിഫിക്കേഷൻ. പെർസോണിഫിക്കേഷൻ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ദേ റൂഡ്ലി കോൾഡ് ഹിം. ദേ റെഫറിങ് ടു ആർക്കെയാണ്? നമുക്ക് നമ്മുടെ ഇങ്ക ബ്ലിങ്ക മസ്റ്റാർഡും. പിന്നെ ദേ റൂഡ്ലി കോൾഡ് ഹിം ആരെയാണ്? കസ്റ്റാർഡിനെ, ഡ്രാഗണെയാണ് ഹിം എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ പെർസോണിഫിക്കേഷൻ. ദേ റൂഡ്ലി കോൾഡ് ഹിം. ദാറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ പെർസോണിഫിക്കേഷൻ. ദെൻ റെപ്പറ്റീഷൻ വരുന്നു. ടിക്കിൾഡ് എന്നുള്ള വേർഡ് 2 times യൂസ് ചെയ്തിട്ടുണ്ട്. ടിക്കിൾഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിരിക്കുന്നു. ദെൻ റെഫറിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആൻഡ് ദ റിയലിയോ ട്രൂലിയോ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. റിപ്പറ്റേഷൻ ഓഫ് എ ലൈൻ ത്രൂ ഔട്ട് ദ പോം. ഓക്കെ, കമ്മിങ് ടു ദ 6th സ്റ്റാൻസ. ഇവിടെ നമ്മൾ കാണുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു പോയറ്റിക് ഡിവൈസ് അല്ലെങ്കിൽ ഫിഗർ ഓഫ് സ്പീച്ച് ആണ് ഓണമാറ്റോപോയ്യ. ഓണമാറ്റോപോയ്യ ദാറ്റ് ഈസ് സൗണ്ട് വേർഡ്സ്. എന്താണ് ആ വേർഡ്സ്? ഗിഗിൾഡ്, ഗിഗ്, ആ സൗണ്ട് ഗിഗിൾഡ്, വീക്ക് എന്നൊക്കെ പറയുന്നതാണ് ഓണമാറ്റോപോയ്യ. നമുക്ക് അറിയാം ഹിസിങ് സൗണ്ട്, ഹിസ് എന്നുള്ള വേർഡ് ദാറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ ഓണമാറ്റോപോയ്യ. പിന്നെ ബസിങ് എക്സാമ്പിൾ. ഇതെല്ലാം ഓണമാറ്റോപോയ്യക്കുള്ള എക്സാമ്പിൾസ് ആണ്. ഇവിടെ വരുന്നത് ഗിഗിൾഡും വീക്ക്. വീക്ക് ഇസ് ദ സൗണ്ട് പ്രൊഡ്യൂസ് ബൈ ദ മൗസ് ഇൻ ദ പോം. ഓക്കെ, നൗ 7th സ്റ്റാൻസ. അവിടെ വരുന്ന ഡിഫറെന്റ് ആയിട്ട് ഒരെണ്ണം പോയറ്റിക് ലൈസൻസ് ആണ്. എന്താണ് പോയറ്റിക് ലൈസൻസ്? ഡെഫിനറ്റ്ലി ആസ് ദ വേർഡ് സജസ്റ്റ്, ലൈസൻസ് ഓഫ് ദ പോയറ്റ്. പോയറ്റിന്റെ ലൈസൻസ്, പോയറ്റിന്റെ ഫ്രീഡം. അതായത് ഇവിടെ ക്ലൈംബിംഗ് ഇൻ ദ വിൻഡ, ക്ലൈംബിംഗ് ഇൻ ദ വിൻഡ എന്നൊരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ക്ലൈംബിംഗ് ഇൻ ദ വിൻഡ, വിൻഡ റെഫറിംഗ് ടു ദ വിൻഡോ. വിൻഡ എന്ന് പോയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? ഇൻ ഓർഡർ ടു റൈം വിത്ത് ദ വേർഡ് ബെലിൻഡ. സോ ബെലിൻഡ, വിൻഡ. ഇൻ ഓർഡർ ടു റൈം ദ പോയറ്റ് ചേഞ്ച് ദ വേർഡ് ടു വിൻഡ. ദാറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ പോയറ്റിക് ലൈസൻസ്. ഓക്കെ, നെക്സ്റ്റ് ഓണമാറ്റോപോയ്യ. ആ സ്റ്റാൻസയിലും കാണാം നമുക്ക് ഗ്രൗൾഡ് എന്ന വേർഡ്. അതും ഒരു സൗണ്ട് വേർഡ് ആണ്. സോ 6th and 7th സ്റ്റാൻസ കംപ്ലീറ്റഡ്. 8th സ്റ്റാൻസ. 8th സ്റ്റാൻസയിൽ ആദ്യം തന്നെ നമുക്ക് കാണാനുള്ളത് അലിട്രേഷൻ ആണ്. റെപ്പറ്റീഷൻ ഓഫ് ഹ സൗണ്ട് ആണ് വന്നിരിക്കുന്നത്. ഹ, ദാറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ അലിട്രേഷൻ. ദെൻ അതുപോലെ തന്നെ നമുക്ക് റെപ്പറ്റീഷൻ ഓഫ് ബ സൗണ്ടും ആ സ്റ്റാൻസയിൽ കാണാൻ പറ്റുന്നുണ്ട്. ബ, ബ്ലാക്ക്, ബേർഡ്, ഈ വേർഡ്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇമേജറി വരുന്നു. ഇമേജ് നല്ല പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ. നമുക്കറിയാം പൈറേറ്റിനെ അവിടെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ്? ഹി ഹെൽഡ് ഇൻ ഹിസ് ടീത്ത് എ കട്ട്ലാസ് ബ്രൈറ്റ്, ദെൻ ഹിസ് ബേർഡ് വാസ് ബ്ലാക്ക്, വൺ ലെഗ് വാസ് വുഡ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആളെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് നമുക്കത് നമ്മുടെ മനസ്സിൽ നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്റെ അപ്പിയറൻസ്. സോ ദാറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ ഇമേജറി.
Coming to the 9th stanza, again transferred epithet. ഇതാണ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ടെറിഫൈഡ് ഹെൽപ്പ് എന്ന് പറയുന്ന വേർഡ് ദാറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്. ടെറിഫൈഡ് എന്നുള്ള വേർഡ് ആക്ച്വലി ഹൂ ഈസ് ടെറിഫൈഡ് ദയർ. പക്ഷേ ആ വേർഡ് ആരെയാണ് റെഫർ ചെയ്തിരിക്കുന്നത്? ആ എന്താണ് പ്രൊഡ്യൂസ് ചെയ്ത ആ ഒരു റിയാക്ഷനെയാണ് ടെറിഫൈഡ് യൂസ് ചെയ്ത് ക്ലബ് ചെയ്തിരിക്കുന്നത്. ടെറിഫൈഡ് ഹെൽപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ, അതായത് ഇവിടെ യെൽപ്പ് എന്നുള്ള റിയാക്ഷൻ മസ്റ്റാർഡിന്റെ റിയാക്ഷൻ ആയിരുന്നു ഓൺ സീയിങ് ദ പൈറേറ്റ്. ടെറിഫൈഡ് ആയത് ആരാണ്? മസ്റ്റാർഡ് ആണ്. പക്ഷെ ദാറ്റ് വേർഡ് ഈസ് ക്ലബ്ഡ് വിത്ത് യെൽപ്പ്. അപ്പം ട്രാൻസ്ഫറിങ് ദാറ്റ് അഡ്ജക്റ്റീവ് ഫ്രം ദെയർ ടു ഹിയർ. അതെന്താണെന്നുള്ളത് ലാസ്റ്റ് വീഡിയോ കാണുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. സോ ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് വരുന്നു ടെറിഫൈഡ് യെൽപ്പ്. ദെൻ അഗെയിൻ പോയറ്റിക് ലൈസൻസ് വരുന്നു. മൗസ് ഹോൾഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിരിക്കുന്നു. എന്താണ് ശരിക്കും മൗസിന്റെ ആ ഒരു ഹോൾ, അത് ഇരിക്കുന്ന ഹോൾ, അതിനാണ് മൗസ് ഹോൾഡ് എന്നൊരു വേർഡ് പോയറ്റ് കൊണ്ടുവന്നു. ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ പോയറ്റിക് ലൈസൻസ്. സ്റ്റാൻസ 10 again simile is there. Snorting like an engine. ആരുടെ? നമ്മുടെ ഈ കസ്റ്റാർഡിന്റെ സൗണ്ടിനെയാണ് സ്നോട്ടിംഗ് ലൈക്ക് ആൻ എൻജിൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ അത് എങ്ങനെയാണ് അത് പൈററ്റിനെ അറ്റാക്ക് ചെയ്യാൻ ഓടിയത്, അല്ലെങ്കിൽ അത് റഷ് ചെയ്ത്, ലൈക്ക് എ റോബിൻ അറ്റ് എ വേം, റോബിൻ ബേർഡ് പോലെയാണ് കമ്പയർ ചെയ്തിരിക്കുന്നു. സോ ദാറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ സിമിലി. സോ രണ്ട് എക്സാമ്പിൾസ് സ്റ്റാൻസ 10 വരുന്നു. ദാറ്റ് ഈസ് എക്സ് സിമിലി. സ്റ്റാൻസ 11 വരുമ്പോഴത്തേക്കും അഗെയിൻ അലിട്രേഷൻ ആണ് വരുന്നത്. ഗ സൗണ്ട് ഈസ് റിപ്പീറ്റഡ്. ഗൾഡ്, ഗ്രോഗ്, ഫ്ലാഗൺ, ഗ സൗണ്ട് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. Stanza 14 again repetition. Little എന്നുള്ള വേർഡ് റിഫ്രൈൻ വരുന്നു. റിയലിയോ ട്രൂലിയോ, ഇത് രണ്ടും നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ആൻഡ് ലാസ്റ്റ് സ്റ്റാൻസ 15 again നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സിമിലിയും ഹൈപ്പർബലിയും. സിമിലി മസ്റ്റേർഡ് ആസ് ബ്രേവ് ആസ് എ ടൈഗർ എന്ന് പറഞ്ഞിരിക്കുന്നതും, ഹൈപ്പർബലി എക്സാജറേഷൻ, ഇങ്കും ബ്ലിങ്കും ലയണിനെ ചേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെയാണ് ഈ ഒരു പോയത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ള പോയറ്റിക് ഡിവൈസസ്. ഞാൻ ഒന്നും ലീവ് ഔട്ട് ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. ഇത് വളരെ പെട്ടെന്ന് പറഞ്ഞു പോയിരിക്കുകയാണ്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയാൽ തീർച്ചയായിട്ടും ഇതൊരു 1 hour എടുക്കും. അവിടെ പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്. അപ്പം ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ.